വർഷങ്ങൾക്ക് മുൻപ് പുത്തൻപള്ളി കാണാൻ ഞാനും എൻ്റെ കുറച്ച് കസിൻസും കൂടി ഇറങ്ങിത്തിരിച്ചു. അന്ന് തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ ഗൂഗിൾ മാപ്പ് കാണിച്ചതും വലഞ്ഞു തിരിഞ്ഞ് ഒടുക്കം നേരെ നോക്കിയപ്പോൾ പള്ളിയുടെ മുകൾ വശം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് പള്ളിയുള്ളത് എന്ന് ഞങ്ങളങ്ങ് അനുമാനിച്ചു. എങ്കിൽ പിന്നെ പള്ളിയിലേക്ക് നടന്നു കയറുന്നൊരു വീഡിയോ എടുത്തേക്കാം എന്നൊക്കെ പറഞ്ഞ് വണ്ടി വഴിയിൽ പാർക്ക് ചെയ്ത് ഞാൻ ആദ്യമേ വെച്ചുപിടിച്ചു. നടന്നിട്ടും തീരാതെ മാപ്പ് നോക്കിയപ്പോൾ ഏകദേശം വീണ്ടും അത്രയും ദൂരം തന്നെ കാണിക്കുന്നു. ഒടുവിൽ തോൽവി സമ്മതിച്ച് വണ്ടിയെടുത്ത് പള്ളിമുറ്റത്തെത്തിയപ്പോഴാണ് ആ സത്യം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പള്ളിയുടെ ടവർ ആകാശമുട്ട നിൽക്കുന്നത് കൊണ്ടാണ് അത്ര ദൂരത്തു നിന്നും കണ്ടതെന്ന്. അതെ, ഇതാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ക്രിസ്ത്യൻ പള്ളി. ഏഷ്യയിൽ 3ാം സ്ഥാനമാണ് പള്ളിക്ക്. 2007 മുതലാണ് പുത്തൻപള്ളി ഏറ്റവും ഉയരമുള്ള പള്ളികളുടെ കൂട്ടത്തിൽ ചേർന്നത്. പള്ളിയുടെ 260 അടി ഉയരമുള്ള ബൈബിൾ ടവറാണ് പള്ളിയെ ഇത്രയും ഉയരക്കാരനാക്കിയതും ഞങ്ങൾക്ക് നല്ലൊരു അബദ്ധം പറ്റാൻ കാരണമായതും. ഇന്ന് വീണ്ടും ഇവിടെത്തി കൂടുള്ളവരോട് ദാ നോക്കിയേ, ആ കാണുന്നതാണ് പള്ളി, പക്ഷെ ഇനിയും കുറച്ചുകൂടെ പോയാലേ അടുത്തെത്തൂ എന്നൊക്കെ പറഞ്ഞ് വലിയ ഗമയിലങ്ങിരുന്നെങ്കിലും പണ്ട് നടന്ന് കിതച്ചൊരു വഴിയായ കാര്യം ഓർത്ത് എനിക്ക് തന്നെ ചിരി വരുന്നുണ്ടായിരുന്നു. തൃശ്ശൂരിന്റെ ഹൃദയഭാഗത്താണ് മാതാവിന്റെ ഈ ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത്. ഗോതിക് മാതൃകയിൽ പണിതിരിക്കുന്ന പള്ളിയുടെ ഉള്ളിലെ ചുവർ ചിത്രങ്ങളും അലങ്കാരപ്പണികളും ആരെയും ആകർഷിക്കുന്ന ഒന്നാണ്. ബൈബിൾ ടവറിന്റെ ഉള്ളിൽ ചെയ്തിരിക്കുന്ന കൊത്തുപണികളും 146 അടി വീതമുള്ള പള്ളിയുടെ മണിഗോപുരങ്ങളും ഒക്കെ എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചയാണ്. ക്രൈസ്തവ ജനങ്ങളുടെ പങ്കാളിത്തം നാടിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ശക്തൻ തമ്പുരാൻ അരുണാട്ടുകര, ഒല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് 52ഓളം സിറിയൻ ക്രിസ്ത്യൻ കുടുംബങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നുവെന്നും അക്കാലത്ത് പ്രദേശത്ത് പള്ളി ഇല്ലാതിരുന്നതിനാൽ ഉടനെ ഒരു പള്ളി പണിയാനുള്ള ഏർപ്പാടുകൾ ചെയ്തുവെന്നും കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ കീഴിൽ പള്ളി പണി കഴിപ്പിച്ചുവെന്നുമാണ് ചരിത്രം. ഇൻഡോ ഗോതിക് മാതൃകയിൽ പിന്നീട് വിവിധ ഘട്ടങ്ങളിലായി പുതുക്കിപ്പണിത ഈ പള്ളിയെ പുത്തൻപള്ളി എന്നറിയപ്പെട്ടുവെന്നും പറയപ്പെടുന്നു. പള്ളിയുടെ ഉള്ളിൽ തന്നെ തന്റെ മകനെ മടിയിലേന്തിയിരിക്കുന്ന വ്യാകുലമാതാവിന്റെ വലിയൊരു വെണ്ണക്കൽ പ്രതിമ കാണാൻ സാധിക്കും. വർഷങ്ങളുടെ പഴക്കമുള്ള ബൈബിളുകളും സ്പൈറൽ സ്റ്റെയറുകളും പുനരുദ്ധാര പൂന്തോട്ടം എന്ന പേരിലുള്ള കല്ലറകളും പള്ളിയുടെ കാഴ്ചകളിൽ ചിലതാണ്. ബൈബിൾ ടവറിന്റെ ഏറ്റവും മുകളിൽ ചെന്നാൽ തൃശ്ശൂർ മുഴുവനായും കാണാൻ പറ്റുമെന്നതാണ് മറ്റൊരു കൗതുകം. ഭംഗിയുള്ള അലങ്കാരങ്ങളും കുത്തിവെച്ച അനേകം ചരിത്രങ്ങളും തിരുശേഷിപ്പുകളും ഒക്കെ കണ്ടു പുറത്തിറങ്ങി പള്ളിയുടെ ഉയരം ഒന്നുകൂടുന്ന തല ഉയർത്തി നോക്കി. സൂര്യപ്രകാശം അധികമില്ലാത്ത ആകാശത്തിന്റെ നീല നിറത്തിൽ ഇടകലർന്ന മേഘത്തിന്റെ വെളുത്ത ഉടുപ്പെടുത്തണിഞ്ഞുകൊണ്ട് പുത്തൻപള്ളി തല ഉയർത്തി നിൽക്കുന്നു. സ്വർഗ കവാടം തുറന്നതോ എന്നൊക്കെ കവിത എഴുതിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വെണ്ണക്കൽ കൊട്ടാരം പോലെ. ഇതുപോലെയുള്ള എത്രയോ ചരിത്രപ്രധാനമായ സ്ഥലങ്ങൾ സ്വന്തം നാട്ടിലുണ്ടായിട്ടും നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും സ്ഥലങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ ദയവായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഞങ്ങളുടെ ചാനലിനായി നിങ്ങൾ മാറ്റിവെച്ച സമയത്തിന് നന്ദി. കൂടുതൽ വീഡിയോകൾക്കായി പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ്. താങ്ക് യു.